ഡിസംബർ ആയപ്പം തീരെ വയ്യാതെ കിടപ്പിലായി. ബാത്റൂമിൽ പോകണമെങ്കിൽ ചെയറിന്റെ സഹായം വേണം, ബെഡിൽ നിന്ന് എഴുന്നേക്കണമെങ്കിൽ വേറൊരാളുടെ സഹായം വേണം. അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിലായി. അങ്ങനെ മാറി മാറി ഡോക്ടർമാരെ കാണിച്ചെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നോർമൽ. അവർ ടെസ്റ്റ് ചെയ്യാൻ പറയുന്ന എല്ലാം നോർമൽ. അങ്ങനെ ഡിസംബറിൽ ഞാൻ വെക്കേഷനിൽ ഒരു ദിവസം ഹസ്ബൻഡും ഞാനും കൂടെ തന്നെ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ ലാബിൽ കയറിയതാണ്. അപ്പൊ അവിടുന്ന് ആ ലാബില് ബ്ലഡ് ചെക്ക് ചെയ്യുന്ന കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത്രയും ഇതെല്ലാം നിങ്ങൾക്ക് നോർമൽ ആണല്ലോ, അപ്പൊ വാദം എന്നൊരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വാദം എന്ന ടെസ്റ്റോ? സത്യം പറയാലോ, എന്റെ വിചാരം ഈ ടെസ്റ്റുകളൊക്കെ ഇംഗ്ലീഷിലേ പറയുള്ളൂ, വാദം എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. ഞാൻ ടീച്ചറാണ്, ഞാൻ പറയാണ്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ കഴിഞ്ഞത്. അതുപോലെ അപ്പൊ അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഉണ്ടല്ലോ 6 ഫാക്ടർ ഒരു ആൾക്ക് ഉണ്ടാവേണ്ടതിനേക്കാളും 5 ഇരട്ടി കൂടുതലാണ്. അതുപോലെ തന്നെ ESRും ഒരുപാട് കൂടുതലാണ്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത്രയും വേദന സഹിച്ചിട്ടാണോ നടക്കുന്നത്? ESR ഇത്രയും അധികം ഉണ്ടല്ലോ. അങ്ങനെ അവിടെ നിന്നും വാദാണെന്ന് ആ ലാബിൽ നിന്ന് സ്ഥിരീകരിച്ചനുസരിച്ച് എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിന്റെ വീട്ടുകാരും എല്ലാവരും ചേർന്ന്, വാദം ആവുമ്പോ പിന്നെ നമ്മൾ ആയുർവേദ ചികിത്സയ്ക്കല്ലേ പോവുക. തൊട്ടടുത്ത് തന്നെ കോട്ടയ്ക്കൽ ആരോഗ്യശാല ഉണ്ട്, അവിടെ പോയി. അവിടുന്ന് ആ മാർച്ച് മാസത്തില് 3 മാസം എനിക്ക് സ്കൂളിൽ ലീവ് എടുക്കേണ്ടി വന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ പറ്റ കിടപ്പിലായിരുന്നു. അങ്ങനെ ഏപ്രിൽ 1 തീയതിക്ക് അവിടെ ഉഴിച്ചിലിന് വേണ്ടി ബുക്ക് ചെയ്തു. ഉഴിച്ചിലിന് ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫ്രീ ചികിത്സയൊന്നുമില്ല. 50,000 രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് വേണം ചികിത്സ. അങ്ങനെ ഏപ്രിൽ 1 തീയതിക്ക് ബുക്ക് ചെയ്തു. അവിടുത്തെ ചികിത്സാ രീതിയെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഇപ്പോഴാണ് എനിക്ക് ആ തിരിച്ചറിവുണ്ടായത്. അവിടെ രാവിലെ നമ്മൾ 5 മണിക്ക് എഴുന്നേക്കണം. ആ എഴുന്നേക്കുന്നതിന് മുമ്പായിട്ട് അവരവിടെ ഒരു 450 മില്ലി അരിഷ്ടത്തിന്റെ ഒരു ബോട്ടിലുണ്ട്, 500 മില്ലിയുടെ 450 മില്ലിയാണ് അതിൽ കൊള്ളുന്നത്. അങ്ങനത്തെ ഒരു ബോട്ടിൽ അവര് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് വെക്കും. എഴുന്നേറ്റ ഉടനെ ഈ വെള്ളം 2 പ്രാവശ്യമായിട്ട് മുഴുവനായിട്ട് കുടിക്കാൻ പറയും. അതിനുശേഷം ഒരു 7-7:30 ആകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരും. 3 ഇഡ്ഡലി, അതിലേക്ക് വെജിറ്റബിൾ. വീണ്ടും അതിന്റെ കൂടെ തന്നെ അവര് 1.5 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് വെക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് ഈ 3 ലിറ്റർ വെള്ളം കുടിച്ചു തീർക്കണം. എന്നിട്ട് കാലി കുപ്പി അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിൽ വീണ്ടും അവർ ഫില്ല് ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുന്നതിന്റെ കൂടെ കൊണ്ടുവരും. ഉച്ചയ്ക്ക് ഭക്ഷണം